തെറ്റിക്കരുത് കേട്ടോ. സിനോണിമസ് ആയിട്ടുള്ള രണ്ട് വേർഡുകൾ കിടക്കുന്നുണ്ട്, സിയും ഡിയും. അതിലൊരെണ്ണാണ് ഉത്തരം. കുറെ കുട്ടികൾ ഇത് തെറ്റിച്ചു. ഇൻ എ ഹറി. പാർട്ടിസിപ്പേറ്ററിയും പ്രോമിസറിയും തമ്മിൽ തെറ്റിച്ചിട്ടുണ്ട്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് issued by registered foreign portfolio investors to overseas investors who want to be part of the Indian stock market without registering themselves? നമുക്ക് ആവശ്യമുള്ള കീവേഡ് കിട്ടി അല്ലെ. ഇന്ത്യക്ക് പുറത്തുള്ള ഒരാള് സെബിയില് നേരിട്ട് രജിസ്റ്റർ ചെയ്യാതെ ഇന്ത്യയിലെ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങണം. സിമിലർ ആയിട്ട് രണ്ടെണ്ണം കിടക്കുന്നുണ്ട്, പ്രോമിസറി നോട്ടും പാർട്ടിസിപ്പേറ്ററി നോട്ടും. രണ്ടിന്റെയും ഷോർട്ട് ഫോം പി നോട്ട് തന്നെയാണ്. ഉത്തരം എന്ന് പറയുന്നത് ഏതാ? പി നോട്ട്, പാർട്ടിസിപ്പേറ്ററി നോട്ട്. കറക്റ്റ് അല്ലേ? പ്രോമിസറി നോട്ട് വേറെയാണ്. എന്ത് പ്രോമിസറി നോട്ട്? ഒന്നല്ലെങ്കിൽ രണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്താ? പാർട്ടിസിപ്പേറ്ററി നോട്ട് എന്ന് പറയുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. പ്രോമിസറി നോട്ട് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ. മസാല ബോണ്ട് എടുത്തു. കേൾക്കാത്ത ഒരു കാര്യം ഒരു IFC എന്ന വാക്കുണ്ട് എന്നുള്ളൂ. മസാല ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. വേൾഡ് ബാങ്ക് ഗ്രൂപ്പിന് 5 ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണുള്ളത്. നമുക്കതിൽ കേട്ടുപരിചയമുള്ളതാണ് ഈ വേൾഡ് ബാങ്ക് എന്നത്. പിന്നെയും വേറെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഇന്റർനാഷണൽ ഡിസ്പ്യൂട്ട്മെന്റ് സെറ്റിൽ ഫോറം അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ. അറിയാത്തതുകൊണ്ട് പിന്നീട് ഞാൻ എടുക്കും കേട്ടോ. വേൾഡ് ബാങ്ക്, IMF, അങ്ങനെ ഒന്ന് രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, നമുക്ക് എടുക്കാം. IFC എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് സെക്ടറിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള ഒരു വേൾഡ് ബാങ്ക് ഗ്രൂപ്പിന്റെ ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ ഒരു ഡിവിഷൻ ആണ് IFC എന്ന് പറയുന്നത്. പ്രൈവറ്റ് സെക്ടറിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി സ്പെസിഫൈഡ് ആയിട്ടുള്ള വേൾഡ് ബാങ്ക് ഗ്രൂപ്പിന്റെ ഒരു പാർട്ടിനെ വിളിക്കുന്ന പേരാണ് IFC, ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ. അത് എന്താന്ന് അറിഞ്ഞില്ലെങ്കിലും ദാറ്റ് ഡസന്റ് മാറ്റർ. ദി ക്വസ്റ്റ്യൻ ഈസ് ഓൾ അബൌട്ട് മസാല ബോണ്ട്. വായിച്ച ആൻസർ ആദ്യത്തെ കറക്റ്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ആദ്യത്തെ കറക്റ്റ് ആണ്. നമ്മൾ IFC യെ കുറിച്ചൊക്കെ പിന്നീട് ഡിസ്കസ് ചെയ്യൂടാ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? മസാല ബോണ്ട് എന്ന് പറയുന്നത് ഗവൺമെന്റിന് മാത്രമല്ലേ ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ? അല്ല, ഗവൺമെന്റിനും കമ്പനികൾക്കും പറ്റും. മസാല ബോണ്ട് എന്ന് പറയുമ്പോൾ ഏത് കറൻസിയിലുള്ള ബോണ്ടാണ്? റുപ്പി ഡിനോമിനേറ്റഡ് ആണ്. ആൻസർ വിൽ ബി ബോത്ത് 1 and 2. ഇത് നിങ്ങൾക്ക് ഫെമിലിയർ അല്ലാത്തത് സ്റ്റേറ്റ്മെന്റ് 1 ആണ് കേട്ടോ. സ്റ്റേറ്റ്മെന്റ് 1 നമ്മൾ എടുക്കും. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്ന് രണ്ടെണ്ണം എടുക്കും. നെക്സ്റ്റ് വൺ. ആലോചിച്ച് ഉത്തരം പറയട്ടെ. ഇത് ഞാൻ എക്സ്പ്ലനേഷൻ തരില്ല, നിങ്ങൾ ആലോചിച്ച് ഉത്തരം പറയും. ഇന്ത്യൻ ഗവൺമെന്റ് ബോണ്ട് yields are influenced by which of the following? ഇന്ത്യ ബോണ്ട് yield, ഒരു ബോണ്ടിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺ, വിച്ച് ഇസ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ആർ ദി ഫാക്ടേഴ്സ്? ഫസ്റ്റ് വൺ ശരിയാണോ തെറ്റാണോ? ആലോചിച്ച് ഉത്തരം പറയട്ടെ. നേരിട്ട് നോക്കുമ്പോൾ അപ്പൊ പറയും തെറ്റെന്ന്. ഉത്തരം ശരിയാ. എന്താ കാരണം? അമേരിക്കയിലെ US ഫെഡറൽ ഗവൺമെന്റ് എന്ത് ചെയ്യാണ്? US-ലെ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചു എന്ന് വിചാരിക്കും. US-ലെ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചു കഴിഞ്ഞാൽ എന്താണ് പ്രത്യേകത? US-ൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ US-ൽ ഇൻവെസ്റ്റ് ചെയ്താൽ റിട്ടേൺ കുറവായിരിക്കും. ഇന്ത്യയിലെ ബോണ്ടിന് ഹൈ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലോ? US-ലെ ഫെഡറൽ റിസർവ് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച US-ലുള്ള ആളുകളൊക്കെ വന്ന് എവിടെ ഇൻവെസ്റ്റ് ചെയ്യും? ഇന്ത്യയിലെ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യും. ആലോചിച്ച് ഉത്തരം പറയണം. സിമിലർലി US ഫെഡറൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയാലോ? US ഫെഡറലിന് ഇക്വാലന്റ് ആയിട്ട് ഇൻട്രസ്റ്റ് ഇന്ത്യയിൽ ഉണ്ടെങ്കിലും റിലയബിലിറ്റി ആയിരിക്കാം കൂടുതൽ US-ന്. ഇന്ത്യയിൽ നിന്ന് ആ ക്യാപിറ്റൽ എങ്ങോട്ടേക്ക് പോകും? US-ലേക്ക് പോകും. ഒരിക്കലും വെറുതെ വായിച്ച് ശരി തെറ്റെന്ന് പറയല, ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക. ആൻസർ ശരിയാണ്. ഞാൻ പറഞ്ഞ ലോജിക്ക് ഓക്കെ ആണോ? US ഫെഡറൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച അമേരിക്കക്കാർ കഷ്ടപ്പെട്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്യില്ല. എവിടെയാണോ ഹയർ റിട്ടേൺ ഉള്ള അവർ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും ഇൻവെസ്റ്റ്മെന്റ്. ദേ വിൽ ഇൻവെസ്റ്റ് ഇൻ ഇന്ത്യ. ദി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. സെക്കൻഡ് വൺ, ആക്ഷൻസ് ഓഫ് ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ബോണ്ട് yield-മായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, ഇൻട്രസ്റ്റ് റേറ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ചെയ്യുന്ന. ഒരു എക്സാമ്പിൾ പറയാലോ. എന്താണ് ഓപ്പറേഷൻ ട്വിസ്റ്റ്? ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് ഈ ഓപ്പറേഷൻ ട്വിസ്റ്റ്. ഓപ്പറേഷൻ ട്വിസ്റ്റിൽ എന്താ ചെയ്യുന്നത്? ലോങ് ടേം ബോണ്ടുകൾ പർച്ചേസ് ചെയ്ത് കുറച്ച് ഷോർട്ട് ടേം ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യും ഇക്വാലന്റ് എമൗണ്ടിൽ. അവിടെ നമ്മൾ പറഞ്ഞ കൺക്ലൂഷൻ എന്താ? ബോണ്ട് yield-നെ വേരി ചെയ്യാനാണ് ഈ ഒരു ഓപ്പറേഷൻ ചെയ്യുന്നത്. കറക്റ്റ് അല്ലേ? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. തേർഡ് വൺ, ഇൻഫ്ലേഷൻ ആൻഡ് ഷോർട്ട് ടേം ഇൻട്രസ്റ്റ് റേറ്റ്.
ഇൻഫ്ലേഷൻ ഒരു എക്കണോമിയിൽ കൂടുന്നത് ഈ ബോണ്ട് ഈൽഡിനെ ഡിപ്പെൻഡ് ചെയ്യും. എന്താ കാരണം? ഇൻഫ്ലേഷൻ കൂടിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ബോണ്ടിൽ നിന്ന് കിട്ടുന്ന റിട്ടേണിന്റെ വാല്യൂ കുറയും, പൈസയുടെ വാല്യൂ കുറയും. ശരിയല്ലേ? അപ്പൊ നമ്മൾ എന്തായിരിക്കും ചെയ്യാൻ സാധ്യത? ഇൻഫ്ലേഷൻ ഹൈ ആണെങ്കിൽ യൂഷ്വലി നമ്മൾ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാറില്ല. ഇൻഫ്ലേഷൻ ആണെങ്കിലും ഇൻട്രസ്റ്റ് ആണെങ്കിലും എവറിത്തിങ് വിൽ ഡിപ്പെൻഡ്സ് അപ്പോൺ ബോണ്ട് yield. ബോണ്ട് yield നോക്കണ്ട, ഡിമാൻഡ് ഓഫ് ബോണ്ട് എന്ന് ആലോചിച്ചാലും മതി കേട്ടോ. എവറിത്തിങ് ഈസ് കറക്റ്റ്. ആൻസർ വിൽ ബി 1, 2 and 3. നെക്സ്റ്റ് വൺ ചോദിച്ചോ. ഓൾറെഡി ഇഷ്യൂ ചെയ്ത ബോണ്ടിന്റെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഫർദർ ഇഷ്യൂ ചെയ്യുന്നതിലാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പൊ ഓൾറെഡി ഇഷ്യൂ ചെയ്ത ബോണ്ട് എന്ത് പറ്റി? നമുക്ക് ജനറൽ ആയിട്ട് പറയാൻ പറ്റില്ല. ബോണ്ടിന് എന്ത് സംഭവിക്കും? ഈ ഓൾറെഡി ഇഷ്യൂ ചെയ്ത ബോണ്ട് തന്നെ ഒരാൾ കയ്യിൽ വെക്കല്ലോ ചെയ്യുക, അത് സെല്ല് ചെയ്യും, ബൈ ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇഷ്യൂ ചെയ്ത ഗവൺമെന്റ് ബോണ്ട് തന്നെ മാർക്കറ്റിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നതല്ലേ. അതിന്റെ ഡിമാൻഡ് കൂട്ടാനും കുറയ്ക്കാനും ഇതിലൂടെ പറ്റുമല്ലോ. ഇൻഫ്ലേഷൻ ഹൈ ആണെങ്കിൽ ഒരു ഗവൺമെന്റ് ബോണ്ടിന്റെ റിട്ടേൺ ഇൻട്രസ്റ്റ് കുറവാന്ന് വിചാരിക്കും. കുറവ് ഇൻട്രസ്റ്റിൽ നിങ്ങൾ ആ ബോണ്ട് വാങ്ങോ അതോ ഷെയർ മേടിക്കോ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യോ? അതുപോലെ റിസർവ് ബാങ്ക് ഡെപ്പോസിറ്റിന്റെ ഇൻട്രസ്റ്റ് കൂട്ടിയെന്ന് വിചാരിക്കുക. ഇപ്പൊ ബാങ്ക് ഡെപ്പോസിറ്റിന്റെ ഇൻട്രസ്റ്റ് 8%, ഓക്കെ അല്ലേ? ബോണ്ടിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് 4%. ഇപ്പൊ ഓൾറെഡി സർക്കുലേറ്റ് ചെയ്തിരിക്കുന്ന ആ സെയിം ബോണ്ട് താൻ പർച്ചേസ് ചെയ്യോ? ഇല്ല. നമ്മൾ എന്തിൽ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ? ബാങ്കിലല്ലേ. അപ്പൊ ഇത്തരം ഫാക്ടേഴ്സ് എല്ലാം ഓൾറെഡി ഇഷ്യൂ ചെയ്ത ബോണ്ടിന്റെ ഡിമാൻഡിൽ മാറ്റം വരുത്തും. ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, ബോണ്ട് എന്ന് വെച്ചാൽ നമ്മൾ വാങ്ങിയ അതിന്റെ മെച്യൂരിറ്റി പീരീഡ് വരെ നമ്മൾ കയ്യിൽ ഹോൾഡ് ചെയ്യില്ല. നമ്മൾ അതും എന്ത് ചെയ്യും? ഷെയർ മാർക്കറ്റിൽ ഷെയർ വിൽക്കുന്ന മാതിരി ബോണ്ട് വിൽക്കും, വാങ്ങും. ഡിമാൻഡ് കൂടുമ്പോഴും കുറയുമ്പോഴും നമ്മൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യും. ഓക്കെ അല്ലേ? അതാണ് ഇവിടുത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഇത്തരം ചോദ്യങ്ങൾ കുറച്ചൊന്ന് ചിന്തിക്കണം. ചിന്തിക്കാൻ തയ്യാറല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക? നമ്മൾ ലീവ് ചെയ്യുക. അതാണ് ബെറ്റർ. ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ചിന്തിക്കുന്നത് കറക്റ്റ് ആയില്ലെങ്കിൽ ഉത്തരം തെറ്റിയില്ല. നമ്മുടെ മനസ്സിലായോ? ഞാനപ്പോ എല്ലാ തലത്തിലും കാര്യങ്ങൾ പറയുന്നത് ഇതുകൊണ്ടാണ്. നമ്മൾ ചിന്തിക്കുക. ഡയറക്റ്റ്ലി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് പലതും ഇൻഫ്ലുവൻസ് ഇല്ല എന്ന് തോന്നും. എന്തേലും ഇൻഫ്ലുവൻസ് ഉണ്ടോ എന്ന് ചിന്തിക്കുക. എന്തേലും കണക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം? ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് എടുക്കണം. മനസ്സിലായോ? നിങ്ങൾക്ക് കുറച്ചും കൂടി ചോദ്യങ്ങൾ ചെയ്തു വരുമ്പോൾ അതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം, കൺവെർട്ടിബിൾ ബോണ്ടിനെ കുറിച്ചുള്ള ഒരു ചോദ്യം. കൺവെർട്ടിബിൾ ബോണ്ടിനെ കുറിച്ചുള്ള ഒരു ചോദ്യം വായിച്ചു ഉത്തരം പറയും. അതിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ജനറൽ 1 ആണ്. സെക്കൻഡ് 1 ഒന്ന് ആലോചിക്കുക. നിങ്ങൾ വായിക്കുമ്പോൾ ചിലപ്പോൾ തോന്നുന്നു ഞാൻ അതൊന്നും എടുത്തിട്ടില്ല എന്ന്. അതൊക്കെ നമ്മൾ എടുത്ത കാര്യമാണ് കേട്ടോ. ഒന്ന് ആലോചിക്കുക, എന്താണ് അതിൽ പറയുന്ന കാര്യം എന്ന് ആലോചിച്ച് ഉത്തരം പറയും. എനിക്ക് ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഇപ്പൊ നിങ്ങൾ ഈ ചെയ്യുന്ന ഈ ഒരു മെന്റൽ പ്രോസസ്സ് മാത്രമാണ് നമുക്ക് എക്സാമിനേഷൻ ഹോളിൽ ആവശ്യമുള്ള. കണ്ടന്റ് ഇതിലേക്ക് വേണ്ടത് ഞാൻ എടുത്തിട്ടുണ്ട്. കൺവെർട്ടിബിൾ ബോണ്ട് എന്ന് പറയുന്ന ബേസിക് ഐഡിയ മതി. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫോൾസ് ആണോ? ട്രൂ ആണ്. എന്താ അതിന്റെ കാരണം? ഞാനൊന്ന് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ദി ഓപ്ഷൻ ടു കൺവെർട്ട് ടു ഇക്വിറ്റി affords the bondholder a degree of indexation to rising consumer price. കൺവെർട്ടിബിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ബേസിക്കലി അതൊരു ബോണ്ടാണ്. ബോണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് റെഗുലർ ടൈമിൽ കൂപ്പൺ ഇൻട്രസ്റ്റ് കിട്ടും അല്ലെ? ഇനി കൺവെർട്ടിബിൾ ബോണ്ട് ആണെങ്കിൽ അതിന് അഡീഷണൽ ഒരു ഫീച്ചർ ഉണ്ട്. ഇഫ് യു വാണ്ട് യു ക്യാൻ കൺവേർട്ട് ഇൻ ടു എ ഷെയർ. ഒരു കമ്പനിയുടെ ഒരു ഓണർഷിപ്പ് ആയിട്ട് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പൊ ഹൈ ഇൻഫ്ലേഷൻ ഉള്ള ഒരു സിറ്റുവേഷൻ ആണെന്ന് കൺസിഡർ ചെയ്യും. നിങ്ങൾക്ക് റെഗുലർ ആയിട്ടുള്ള കൂപ്പൺ റേറ്റ് മാത്രം കിട്ടിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ഇൻഫ്ലേഷൻ കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ പൈസയുടെ പർച്ചേസിങ് പവർ കുറഞ്ഞു വരും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന കൂപ്പൺ റേറ്റിന്റെ വാല്യൂ കുറയും. ആ സമയത്ത് നിങ്ങൾ അതിനെ പിടിച്ച് കമ്പനിയുടെ ഷെയർ ആക്കിയാൽ എന്താ അഡ്വാൻറ്റേജ്? നിങ്ങൾക്ക് പിന്നെ എന്തല്ല, ഒരു റെഗുലർ ഇൻകം അല്ല, കമ്പനിയുടെ പ്രോഫിറ്റ് എന്താണ്, ആ പ്രോഫിറ്റിൽ ഒരു പെർസെൻറ്റേജ് ആയിരിക്കും. ഒബ്വിയസ്ലി ആ റെഗുലർ റിട്ടേണിനേക്കാൾ ഹയർ ആയിരിക്കും കമ്പനിയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. കറക്റ്റ് അല്ലേ? ഇപ്പൊ ഹൈ ഇൻഫ്ലേഷൻ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഇൻഡെക്സ്ഡ്. ഇൻഡെക്സ്ഡ് എന്ന വാക്കിനർത്ഥം ന്യൂട്രലൈസ് ചെയ്യാന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇപ്പൊ ഹൈ ഇൻഫ്ലേഷൻ ആണെങ്കിൽ നിങ്ങളുടെ ബോർഡിനെ ഷെയർ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷെയറിൽ നിന്ന് നിങ്ങൾക്ക് ഹയർ ഡിവിഡൻഡ് കിട്ടും. സോ ഇറ്റ് വിൽ ആക്ട് അഗെയിൻസ്റ്റ് ദി റൈസിങ് ഇൻഫ്ലേഷൻ. ഓക്കെ അല്ലേ? ഇതൊക്കെ ഒന്ന് ചിന്തിക്കണം കേട്ടോ. ഇതിലെന്തേലും ഞാൻ പറയാത്ത കാര്യമുണ്ടോ? ഇല്ല. പക്ഷെ പല കൺസെപ്റ്റുകൾ നിങ്ങളൊന്ന് കണക്ട് ചെയ്യണം. അത് നിങ്ങൾ തന്നെ
ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ SGB മുന്നേ എടുത്തിട്ടുണ്ടായിരുന്നു, സൗറിൻ ഗോൾഡ് ബോണ്ട്. അപ്പൊ അതിനെ സംബന്ധിച്ചെടുത്തൊരു ചോദ്യമാണ് കേട്ടോ. ഇത് കാണാനില്ലെങ്കിൽ കാര്യമാക്കാൻ നിൽക്കണ്ട. താഴെ പറയുന്ന 3 സ്റ്റേറ്റ്മെന്റില് സൗറിൻ ഗോൾഡ് ബോണ്ടില് എന്താണ് ശരി? ഇതാണ് ചോദ്യം. ഓരോരോ സ്റ്റേറ്റ്മെന്റ്സ് വായിച്ചു നോക്ക്. താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ സൗറിൻ ഗോൾഡ് ബോണ്ട് എന്ന് പറയുന്ന ഒരു ആശയത്തില് ഏതെല്ലാം സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ്? എന്തിനാണ് ഗവൺമെന്റ് SGB എന്നൊരു ആശയം കൊണ്ടുവന്നത്? 2 കാര്യങ്ങളാണുള്ളത്. നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള പൈസ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനായി ഗോൾഡ് വാങ്ങി വെച്ചു എന്ന് വിചാരിക്കും. ഗോൾഡ് ആണെങ്കിലും ലാൻഡ് ആണെങ്കിലും നമ്മൾ അതിനെ ഐഡിയൽ മണി എന്ന് പറയും. ഐഡിയൽ മണി എന്ന് പറയാനുള്ള കാരണം എന്താ? ആ മണി എക്കണോമിയിലേക്ക് വരുന്നില്ല. ഗോൾഡ് നിങ്ങളുടെ വീട്ടിൽ വെറുതെ ഇരിക്കുകയല്ലേ ചെയ്യുന്നത്. നിങ്ങൾ ഭാവിയിൽ അത് സെല്ല് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന് കുറച്ചും കൂടെ ഹയർ പ്രൈസ് കിട്ടുമായിരിക്കും. എക്കണോമിക്ക് ഗോൾഡ് ആക്കി വെച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ലല്ലോ. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള ഐഡിയൽ ഗോൾഡിനെ എക്കണോമിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഗവൺമെന്റ് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ഓപ്ഷൻ കൊണ്ടുവരാണ്. നിങ്ങളിപ്പോ ഗോൾഡ് വാങ്ങുന്നതിന് പകരം ആ ഗോൾഡിന് നിങ്ങൾ വാങ്ങുന്ന പൈസ എന്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക? ഒരു ഗവൺമെന്റ് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ആ ഗവൺമെന്റ് ബോണ്ടിന്റെ പേരാണ് സൗറിൻ ഗോൾഡ് ബോണ്ട്. അത് ഇഷ്യൂ ചെയ്യുന്നത് ഏത് ഡിനോമിനേഷനിലാ? മിനിമം ഡിനോമിനേഷൻ 1 gram, മാക്സിമം ഇൻഡിവിജ്വലും HUF ആണെങ്കിൽ 4 കിലോഗ്രാം, യൂണിവേഴ്സിറ്റി ട്രസ്റ്റ് ആണെങ്കിൽ 20 കിലോഗ്രാം. അപ്പൊ എന്താണ് ഇതിന്റെ ഗുണം? റെഗുലർ ബോണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു കൂപ്പൺ റേറ്റ് കിട്ടും. സിമിലർലി SGB ആണെങ്കിലും നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് കൂപ്പൺ റേറ്റ് കിട്ടും. പിന്നെ നിങ്ങൾ ആ ബോണ്ട് എന്നാണോ വിൽക്കുന്ന ആ സമയത്ത് ഗോൾഡിന്റെ പൈസ എന്താണോ ആ പൈസയും കിട്ടും. എന്താണ് ഒരു ഫിസിക്കൽ ഗോൾഡിൽ നിന്നുള്ള അഡ്വാൻറ്റേജ്? ഫിസിക്കൽ ഗോൾഡ് ആണെങ്കിൽ നിങ്ങൾക്കുള്ള അഡ്വാൻറ്റേജ് വിൽക്കുന്ന ദിവസത്തെ സ്വർണത്തിന്റെ കാശല്ലേ, അത് കിട്ടും ചെയ്യും. ഇവിടെ അഡീഷണൽ എന്തും കിട്ടും? കൂപ്പൺ റേറ്റും കിട്ടും. നല്ലൊരു ആശയല്ലേ? ഇതാണ് SGBയുടെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. ഇനി ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കി. കംപ്ലീറ്റ് കഥകൾ ഞാൻ പറഞ്ഞു. ഇനി ഒന്ന് അറ്റൻഡ് ചെയ്യും. എന്താണ് അതിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് എന്താ ഒപ്പീനിയൻ? ടു പ്രൊമോട്ട് FDI ഇൻ ദി ഗോൾഡ് ആൻഡ് ജുവലറി സെക്ടർ. ഇവിടെ ജുവലറി സെക്ടറിനെ കുറിച്ച് എന്തെങ്കിലും ഡിസ്കഷൻ ഉണ്ടോ? ഇല്ല. സൗറിൻ ഗോൾഡ് ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്തല്ല? ജുവലറിക്കാരനെ ഇറക്കി ജുവലറിയിൽ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരുന്ന ഒരു ആശയമല്ലല്ലോ. ഗവൺമെന്റ് ഇറക്കുന്ന ഒരു ബോണ്ടാണ്. കറക്റ്റ് അല്ലേ? ഗവൺമെന്റിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താ? നിങ്ങൾ ഫിസിക്കൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഫിസിക്കൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വേറൊരു പ്രശ്നമുണ്ട്. ഇന്ത്യയിൽ സഫീഷ്യന്റ് ക്വാണ്ടിറ്റി ഗോൾഡ് ഇല്ല. ഈ ഗോൾഡ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. ഇമ്പോർട്ട് ചെയ്യേണ്ടി വരാന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പേ ചെയ്യുന്ന? ഡോളറിലാണ് പേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ഫോറിൻ കറൻസി അസറ്റ് റെഡ്യൂസ് ചെയ്യും. ഇത്തരം പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാനാണ്. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് വളരെ ബേസിക് ഐഡിയ പ്രകാരം നിങ്ങൾക്ക് ഉറപ്പാണ് തെറ്റാണ് അല്ലെ? വളരെ ബേസിക് ഐഡിയ പ്രകാരം തന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി എന്താണ് മൂന്നാമത്തെ ശരിയാണോ എന്ന് മാത്രം നോക്കിയാ മതി. ഒന്നാമത്തെ ഓൾറെഡി ശരിയാന്ന് കിട്ടി. കറക്റ്റ് അല്ലേ? മൂന്നാമത്തെ സ്റ്റേറ്റ് എന്താ? ടു റെഡ്യൂസ് ഇന്ത്യസ് ഡിപ്പെൻഡൻസ് ഓൺ ഗോൾഡ് ഇമ്പോർട്ട്. വളരെ കറക്റ്റ് അല്ലേ? കറക്റ്റ് അല്ല? ഇന്ത്യയുടെ ഗോൾഡിന്റെ ഇമ്പോർട്ടിന്റെ ഡിപ്പെൻഡൻസി കുറയ്ക്കുക, അല്ലെങ്കിൽ ഫോറിൻ കറൻസി പുറത്തേക്ക് ഔട്ട്ഫ്ലോ നടക്കുന്നത് റെഡ്യൂസ് ചെയ്യുക. ഓക്കെ അല്ലേ? കുറെയൊക്കെ കോൺഫിഡൻസ് കിട്ടുന്നില്ല. ഇതൊക്കെ PYQ ആണ്, ചോദിച്ച ചോദ്യങ്ങളാണ് കേട്ടോ. ക്രാക്ക് ചെയ്യാൻ വലിയ ഐഡിയാസ് ഒന്നും നമുക്ക് വേണ്ട. നെക്സ്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എടുക്കും നമ്മൾ ഇനി അത് എടുക്കും കേട്ടോ. FDIയും അതേപോലെ തന്നെ നമ്മളെ FPI എന്ന് പറയുന്ന ഒരു ആശയമുണ്ട്, നമ്മൾ എടുക്കും കേട്ടോ. നമ്മൾ എടുക്കും. ഇതിൽ ഏതെല്ലാമാണ് ക്യാപിറ്റൽ മാർക്കറ്റ്? ആ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് UPSC ഫ്രെയിം ചെയ്തിട്ടുള്ളത്? ക്യാപിറ്റൽ മാർക്കറ്റും മണി മാർക്കറ്റും മിക്സ് ചെയ്തിട്ടായിരിക്കും അവിടെ ഇട്ടിട്ടുണ്ടാവുക. നിങ്ങൾ പെട്ടെന്ന് നോക്കുമ്പോ ഒക്കെ കണ്ട് പരിചയമുണ്ട്. എന്തിൽ കുത്തും? ഓൾ 4ൽ കുത്തും. മനസ്സിലായോ? ഇതില് 2 പേര് മാത്രമാണ് മണി മാർക്കറ്റ് ഉള്ളൂ, 2 പേര് മാത്രമാണ് ക്യാപിറ്റൽ മാർക്കറ്റ് ഉള്ളൂ. കറക്റ്റ് അല്ല? ഏതൊക്കെയാണെങ്കിലും മണി മാർക്കറ്റ്, ഏതെല്ലാമാണ് ക്യാപിറ്റൽ മാർക്കറ്റ്? ലെറ്റ് സ്റ്റാർട്ട് വിത്ത് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്. ആരൊക്കെയാണ് മണി മാർക്കറ്റ്? കോൾ മണി മാർക്കറ്റ് എക്സാമ്പിൾ ഓഫ് മണി മാർക്കറ്റ്. ട്രഷറി ബിൽ മാർക്കറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് മണി മാർക്കറ്റ്. ബോണ്ട് മാർക്കറ്റ് ക്യാപിറ്റൽ ആണ്, സ്റ്റോക്ക് മാർക്കറ്റ് ക്യാപിറ്റൽ ആണ്. ആൻസർ വുഡ് ബി ഓൺലി 2. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ. ഇത് വെരി റീസെന്റ് ഫ്രെയിമിംഗ് ആണ് കേട്ടോ. 2023 ക്വസ്റ്റ്യൻ ആണ്.
ഈ വർഷത്തെ അല്ല, ഇതിന് മുന്നത്തെ വർഷത്തെ കേട്ടോ. വെരി റീസെന്റ് ഫ്രെയിമിംഗ് ആണ്. ഓക്കെ, ലെറ്റ്സ് കം ബാക്ക് ടു അവർ ഡിസ്കഷൻ പാർട്ട്.